ഇന്ന് രാവിലെ തന്നെ ഞാനിങ്ങനെ വിചാരിക്കുകയാണ് നമുക്കിന്നൊരു ലോങ് വീഡിയോ ചെയ്താലോ എന്ന്. കാരണം വീട്ടിലെ ചുറ്റുപാടുള്ള കാര്യങ്ങളൊക്കെ ഇന്ന് ലോങ് വീഡിയോ ആയിട്ട് കാണിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇത് നമ്മളത്തെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുകയാണെങ്കിൽ ഒരു ക്വാറൻറ്റൈൻ ലൈഫ് പോലെയാണ്. നമ്മളിപ്പോൾ മുകളിൽ തന്നെയാണ്. അപ്സ്റ്റെയറിൽ നമ്മളിങ്ങനെ സ്റ്റക്കായി നിൽക്കുന്ന ഒരവസ്ഥയിലാണ്. കാരണം താഴെ വീട് പണി നടക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് ഈ ഒരു വീട്ടിൽ എന്തൊക്കെ പണികൾ നടന്നു, എങ്ങനെയൊക്കെയാണ് ഈ ഒരു വീടിൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്നൊക്കെ കാണാം. ഇവിടേക്ക് ഒരുപാട് സാധനങ്ങൾ കണ്ട് പേടിക്കണ്ട. കാരണം താഴെയുള്ള സാധനങ്ങളൊക്കെ മുകളിലാണ്. ഇപ്പോൾ ഒരു റൂമിൽ ഒരുപാട് സാധനങ്ങളുണ്ട്, അതുപോലെ തന്നെ സിറ്റ് ഔട്ടിൽ ഒരുപാട് സാധനങ്ങളുണ്ട്. അപ്പം നമുക്കിനി താഴെ പോയിട്ട് നോക്കാം. താഴെ ഇതാണ് സെൻട്രാള് മാത്രമേ ഇങ്ങനെയുള്ളൂ. ഞാൻ രാവിലെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയായിരുന്നു, പക്ഷെ കുറച്ച് കഴിഞ്ഞ് ഒരു ഈവനിങ് ഒക്കെ ആയ സമയത്ത് ഇങ്ങനെയല്ല വീട്. അപ്പോൾ ഈ ഒരു ഏരിയ ഒക്കെ ഇങ്ങനെ ഉണ്ടായത് ലാസ്റ്റ് വീഡിയോയിൽ മനസ്സിലാവും എങ്ങനെയായി എന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ വീട്ടിൽ ചെയ്യാൻ വേണ്ടി പോണത്, നമ്മുടെ വീടെടുക്കുന്ന സമയത്ത്, അതായത് ഇക്കാൻ്റെ വീടാണല്ലോ ഇത്, ഈ വീടെടുക്കുന്ന സമയത്ത് ഇവിടെ റോഡില്ല. അപ്പോൾ അവരുടെ എല്ലാ ആൾക്കാരുടെയും വീട് ഫ്രണ്ട് ഏരിയ വരുന്നത് ഒരു റോഡിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഫ്രണ്ട് ഏരിയ വരുന്നത്. ബാക്ക് സൈഡ് വരുന്നത്, അതായത് കിച്ചണിൻ്റെ ഭാഗമാണ് റോഡിൻ്റെ ആ സൈഡായിട്ട് വരുന്നത്. കാരണം ഇവർ വീടെടുക്കുന്ന സമയത്ത് റോഡ് ഇല്ലാത്തത് കൊണ്ട് റോഡ് പിന്നെ വന്നത് ഇവരുടെ കിച്ചണിൻ്റെ ഏരിയയിലേക്കൂടെയാണ്. ഇപ്പോൾ നമ്മൾ ചെയ്യണത് അതായത് മുൻവശം പൊളിച്ചിട്ട് ബാക്ക് വശം പൊളിച്ചിട്ട് മുൻവശവും ആക്കാണ് ചെയ്യണത്. അപ്പോൾ ഇതാണ് ഓൾറെഡി ഉണ്ടായ മുൻവശം. ഇവിടെ പൊളിച്ച് ഇവിടെ ഒരു കിച്ചൺ പണിയാൻ വേണ്ടിയിട്ട് തറ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ബാക്ക് സൈഡ് പൊളിച്ചിട്ട് അവിടെ ഫ്രണ്ട് സൈഡ് ആക്കാൻ വേണ്ടിയിട്ടും സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഏകദേശം പണികളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ രാവിലെ ഒരു 8 മണിക്ക് ആകുന്ന സമയത്ത് അവർ വരും. അതിന് മുമ്പായിട്ടാണ് ഞാൻ വീഡിയോസ് എടുത്തിട്ടുള്ളത്. അപ്പോൾ വീഡിയോ എടുക്കുന്ന ടൈമിൽ എൻ്റെ മോൻ കരഞ്ഞ്, അങ്ങനെ ഞാൻ ഓനിക്ക് ചായ കൊടുക്കാൻ വേണ്ടിയിട്ട് മുകളിലേക്ക് തിരിച്ച് വന്നിട്ടുള്ളത്. അപ്പോൾ കുഞ്ഞിക്ക് പനിയാണ്. അപ്പം ഇപ്പോൾ നമുക്ക് ഇവിടുന്ന് കുറച്ച് സമയത്തേക്ക് മാറി നിൽക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിന്. കാരണം ഉമ്മാക്ക് മൈഗ്രെയിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് തന്നെ ഈ സൗണ്ടൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ തലവേദന ഉള്ള ആൾക്കാർക്ക് അറിയുമല്ലോ, ഭയങ്കര ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് തന്നെ നമ്മൾ തൽക്കാലത്തേക്ക് കുറച്ച് സമയത്തേക്ക് മാത്രമായിട്ട് ഉമ്മാൻ്റെ വീട്ടിലേക്ക് പോയി നിന്ന്. ഇപ്പോൾ നമ്മൾ ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ നമ്മൾ ഇവിടെ തന്നെ ആയിരുന്നു ഉണ്ടായത്. മുകളിൽ തന്നെയാണ് കുക്കിങ്ങും ഒക്കെ മുകളിലേക്ക് തന്നെ മാറ്റി. ഇന്നലെ വരെ നമ്മുടെ കിച്ചണിന് പാത്രം കഴുകാൻ വേണ്ടിയിട്ട് നമ്മൾ താഴേക്ക് വരുമായിരുന്നു. പക്ഷെ ഇന്ന് മുതൽ നമ്മൾ മുകളിലേക്ക് തന്നെ പാത്രം കഴുകുന്നതൊക്കെ മാറ്റിയിട്ടുണ്ട്. അങ്ങനെ നമ്മളിപ്പം മാമൻ്റെ അടുത്ത് പോയി ഞാൻ ജസ്റ്റ് തിരിച്ച് ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് അവരിതാ നമ്മുടെ കിച്ചണിൻ്റെ കൗണ്ടർ ടോപ്പൊക്കെ കംപ്ലീറ്റ് പൊളിച്ചിട്ടുണ്ട്. അപ്പം ഇതിനപ്പുറം അവർ പൊളിക്കുന്നുണ്ടായിന്. ഞാൻ ഉമ്മമ്മയുടെ അടുത്തേക്ക് പോയി തിരിച്ച് വന്ന സമയത്ത് വീട്ടിൽ വീണ്ടും ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടായിന്. അപ്പോൾ ഈവനിങ് ആയപ്പോൾ ഞാൻ അവർക്ക് ചായ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ടേക്ക് വന്ന്. അപ്പം ചായ ഇട്ട് കൊടുക്കാൻ വേണ്ടി അവർ വന്ന് പോയതിന് ശേഷം മാത്രമേ എനിക്ക് എൻ്റെ പണികളൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ഇപ്പോൾ അവർ പോയി. ഇനി അവർ പോയതിന് ശേഷം മാത്രമേ നമ്മളെല്ലാവരും താഴേക്ക് ഇറങ്ങാറുള്ളൂ. കാരണം ഭയങ്കര പൊടിയാണല്ലോ. അപ്പോൾ അത് അവർ ഏകദേശം എല്ലാ ഏരിയയും പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇത് ശരിക്കും നമ്മുടെ കിച്ചണാണ്. ഈ ഒരു കിച്ചൺ പൊളിച്ചിട്ട് ഇതൊരു റൂമാക്കും. റൂം പ്ലസ് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് ചെയ്യണത്. അപ്പോൾ ഈ ഒരു റൂം ഇങ്ങനെ അവിടെ ഓൾറെഡി ആ ഒരു സൈഡിൽ ബാത്റൂം ഇല്ലോണ്ട് തന്നെ ആ ഒരു ചുമര പൊളിച്ചിട്ട് അവിടെ അറ്റാച്ച്ഡ് ബാത്റൂം കൊടുക്കുകയാണ്. ഇതാണ് ഇനി മുതൽ നമ്മുടെ സിറ്റ് ഔട്ടായിട്ട് വരുത്ത്. പിന്നെ ഈ ഒരു ഏരിയയിലൂടെയാണ് നമ്മുടെ ഡോറും ഒക്കെ വരുത്ത്. അപ്പോൾ ഇത് നമ്മുടെ ബാത്റൂമാണ്. ഇത് ഇനി പൊളിക്കാനുണ്ടത്രേ. അങ്ങനെ അവർ ഇവിടെ നിന്നുള്ള വേസ്റ്റും കാര്യങ്ങളൊക്കെ ഇപ്പോൾ തൽക്കാലത്തേക്ക് അപ്പുറമുള്ള തെറേൻ്റെ ഉള്ളിലാണ് നിറക്കണത്. തെറ നിറക്കണമല്ലോ. അപ്പോൾ ഈ ഒരു വേസ്റ്റും മണ്ണൊക്കെ എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ കൊണ്ട് നിറക്കും. ഇതൊക്കെ അവർ അയച്ചു വെച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ ആണ്. ഇനി ഇതൊക്കെ ഒന്ന് ക്ലീനാക്കി എടുക്കണം. ഒരുപാട് ടൈം എടുക്കും എന്തായാലും. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള റോഡ്. അപ്പം അങ്ങനെ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്തതിന് ശേഷം എൻ്റെ രാത്രിയിലേക്ക് വേണ്ട പരിപാടികൾ തുടങ്ങുകയാണ്. അതിൻ്റെ ഇടയിൽ എനിക്ക് രാവിലെ മുതൽ ചെയ്യാനുള്ള പണികളൊക്കെ അവർ പോയതിന് ശേഷമാണ് ഞാൻ ചെയ്യൽ.
അപ്പോൾ ഓരോ പണികളും ചെയ്ത് കഴിഞ്ഞതിന് ശേഷം രാത്രിയിലേക്കുള്ള ഫുഡ് ഉണ്ടാക്കലാണ്. ഇങ്ങനെ കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റിലാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം നമ്മൾ കിച്ചണിൽ ചെയ്യുന്ന വർക്കൊക്കെ നമുക്കിപ്പോൾ ഇങ്ങനെ ഓപ്പണായിട്ട് ചെയ്യണമല്ലോ. അപ്പോൾ ഇത്രേ ഉള്ളൂ വീഡിയോ. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക.